ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ നേതൃത്വം നൽകുന്ന, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾ, അപ്പോൾ തന്നെ പാസ്റ്റർ റോയി അവറുകൾ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ ജോൺസൺ പാസ്റ്റർ, എക്സൽ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടർ പ്രിയ പാസ്റ്റർ അനിൽ ലന്തൂർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ബഹുമാനരായിട്ടുള്ള ദൈവമക്കൾ, വിശേഷാൽ എൻ്റെ സഹോദരൻ കുടുംബം ഇവിടെയുണ്ട്, പ്രിയ ബീച്ചാൻ കുടുംബം, അപ്പോൾ തന്നെ മോനച്ചാൻ കുടുംബം, ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ രാത്രി സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് യാദൃശികയാൽ ഈ വൈകുന്നേര സമയത്ത് നമ്മൾ ഇവിടെ വന്നിരുന്നവരല്ല. ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കണം എന്നുള്ളത് ദൈവികമായ ഒരു പദ്ധതിക്കകത്തുണ്ടായിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറയാൻ കാരണം, ഞാൻ എൻ്റെ ആലയത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ദൈവത്തിനെ നന്നായി സ്തുതിച്ചോണം. കാരണമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയുന്നത്, ഇന്ന് ഈ വൈകുന്നേരം വന്നിവിടെ ഇരിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും നമ്മുടെ കരങ്ങൾ ഇങ്ങനെ ഒന്ന് ഉയർത്തുവാനും നമ്മുടെ വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ അസാധാരണമായ ദയ കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും പല വ്യക്തികളും പല പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ദൈവം അസാധാരണമായ ദയയോടെ നമ്മെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹാദയ ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന്റെ അകത്ത് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ IPC കോന്നി സെന്റർ, കിഴക്കുപുറം IPCയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്, പാസ്റ്റർ സാങ്കുട്ടി ജോൺ ചിറ്റാർ അവറുകളുടെ സെന്ററിൽ. അപ്പോൾ തന്നെ എക്സൽ മിനിസ്ട്രീസിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി എക്സൽ മിനിസ്ട്രീസിനോട് ചേർന്ന് കുഞ്ഞുങ്ങൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ചു വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ വയലിൽ നിൽക്കുന്നത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ തലമുറ, ഓരോ കുഞ്ഞുങ്ങൾ, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, നാളെ എവിടെ എത്തുമെന്നുള്ള നമുക്കറിയത്തില്ല. പക്ഷെ ഒന്നുണ്ട്, ദൈവിക പദ്ധതിക്കകത്ത് നിൽക്കുന്നവർക്ക് ദൈവം ഒരുക്കുന്നത് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ചില വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഭയങ്കരമായ ഒരു ബസ്റ്റ് ഔട്ട് നടന്ന് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ഒരു മൂവ്മെന്റ് നടക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു രംഗം, പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് വളരെ വാഞ്ചയോട് വരികയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? 120 പേര് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അതിൻ്റെ അകത്തിറങ്ങി വന്ന വ്യാപരിച്ച ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. ആ ത്രില്ലിൽ ഇങ്ങനെ കേറി വരിക. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ആ വാഞ്ച കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആലയത്തിലേക്ക് ഓടി വരുന്നത് പോലെ പത്രോസും യോഹന്നാനും ഓടി വരികയാ. 3-ാം അധ്യായം അതിന്റെ തുടക്ക ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മയുടെ ഗർഭപാത്രം ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ പറ്റി ഈ 3-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 3-ാം അധ്യായത്തിൽ ഈ മനുഷ്യനെ പറ്റി ബൈബിളിൽ പറയുന്നത് ഏകദേശം 40 വർഷത്തിലധികമായി ഈ മനുഷ്യൻ മുടന്തനായ ഒരു മനുഷ്യനായിട്ട് നിന്നു. ഓർക്കുക,
ഈ മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ, ആരും കൂടെ കൂട്ടാത്തൊരു മനുഷ്യൻ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പരിമിതി. രണ്ട്, ആമേൻ ഡിപ്പെൻഡന്റാ. എന്തുകൊണ്ടാണെന്നറിയാമോ? രണ്ടുപേര് എടുത്തുകൊണ്ട് ആമേൻ കൊണ്ടിരുത്തിയെങ്കിൽ മാത്രമേ അവന്റെ അന്നത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, പലപ്പോഴും നമ്മൾ ആരും കൂടെ നിൽക്കാനില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മുടന്തനായ മനുഷ്യനെ പറ്റി പറയുന്നത് രണ്ടാമത്തെ ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ് യോഹന്നാനും കൂടെ ഓടി ഇങ്ങനെ ആലയത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേര് എല്ലാ ദിവസവും കൊണ്ട് ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ കൊണ്ട് ഇരുത്തുമാറുണ്ട്. ആരെയാ? ഈ മുടന്തനായ മനുഷ്യനെ. പക്ഷെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് എന്തോ ചോദിച്ചു എന്നാ പറഞ്ഞേ? വിടുതലാണോ ചോദിച്ച ദൈവമക്കളെ? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? ആമേൻ. ആ മനുഷ്യൻ ചോദിച്ചത് ആമേൻ വിടുതലാണോ? അല്ല, ആ മനുഷ്യൻ ചോദിച്ചത് ഭിക്ഷ. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഈ കൈ നീട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അന്നത്തേടം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം എന്നുള്ളതാണ്. അന്നേരം കൈ നീട്ടുമ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുട്ടുകൾ കൊണ്ട് അന്നത്തേടം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം എന്നുള്ള ചിന്താഗതി മാത്രമുള്ള ഈ മനുഷ്യന് വേണ്ടി ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സാധാരണമായി ഒരുപക്ഷെ നിങ്ങൾ ഈ ഞായറാഴ്ച വന്ന് ഇതിൻ്റെ അകത്ത് ഇരിക്കുകയായിരിക്കും. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഈ ഞായറാഴ്ച ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ആഴ്ചയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലിന്റെ രാത്രി. വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ മനുഷ്യൻ കൈ നീട്ടിയത് എന്തിനാണെന്നറിയാമോ? ടെമ്പററി ആയ ഒരു സൊല്യൂഷന് വേണ്ടിയാ, അല്ലേ? കാരണം ആ കിട്ടുന്ന ചെറിയ തുട്ടുകൾ കൊണ്ട് അദ്ദേഹം അന്നത്തേടം കഴിച്ചു കൂട്ടാൻ വേണ്ടി, അതായത് 10 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് അദ്ദേഹത്തിന് അന്ന് കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൈ നീട്ടിയത് അന്നത്തേക്ക് വേണ്ടിയാ. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാം, ആമേൻ, മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ താൽക്കാലികമാണ്. മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതെല്ലാം ലിമിറ്റേഷൻ ഉള്ളതാ. മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾ ലിമിറ്റഡ്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴല്ലോ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടല്ല ദൈവം നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു, നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവൻ ടെമ്പററി ആയ ഒരു സൊല്യൂഷൻ തരുന്ന ദൈവമല്ല. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആമേൻ, അവൻ പെർമനന്റ് ആയ ഒരു സൊല്യൂഷൻ തരുന്ന ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. കേവലം കൈ നീട്ടിയത് അന്നത്തെ ഇടം കഴിച്ചു കൂട്ടണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ അവന്റെ സമയം അവൻ പോലും അറിഞ്ഞില്ല. ആമേൻ. വിടുതലിന്റെ സമയം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആമേൻ കഴിഞ്ഞ ഞായറാഴ്ച ഒന്നും നടന്നിട്ടില്ല, അപ്പൊ ഈ ഞായറാഴ്ച ഒന്നും നടക്കത്തില്ല എന്നുള്ള ചിന്താഗതിയിൽ ആരെങ്കിലും ഒക്കെ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആമേൻ, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇന്ന് നടക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. നോക്കിക്കേ, ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് ഈ രണ്ട് ആമേൻ ഭക്തന്മാരായ മനുഷ്യന്റെ മുമ്പിലേക്ക് കൈ നീട്ടിയിട്ട് ആമേൻ താൽക്കാലികമായ സൊല്യൂഷൻ. പക്ഷേ ഉടനെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പ്രതീക്ഷിക്കുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അടുത്ത പദം പറയുന്നത്, ആമേൻ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. എന്തുവാണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയും, ആമേൻ, ഈ മരുഭൂമി യാത്രയിൽ നമ്മെ നിർത്തിയ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് അത്യന്തപരമായി നമ്മളിൽ പകർന്ന ദൈവികമായ ശക്തിയാ. ഹല്ലേലൂയ. ആ ശക്തി അകത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക.
ഹല്ലേലൂയ. ജീവനോടെ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, ജീവനുള്ള ദൈവത്തെ ജീവനോടെ വന്ന് സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യം എന്തുവാ ദൈവമക്കളെ? അതിനെക്കാട്ടിലും വലിയ ഭാഗ്യം എവിടാ ഉള്ളേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, ഈ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ദൈവത്തിന്റെ ശക്തി അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ്. നാളുകളായി അവൻ മുടന്തനായി നടന്നു. ആരും അവനെ കൂട്ടിയില്ല, എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. കാരണം എന്താ? മുടന്തനായതുകൊണ്ട് ആരും അവനെ കൂട്ടാതെ നിൽക്കുമ്പോൾ ദൈവത്തിന് അവനെ പറ്റി ഒരു വലിയ പദ്ധതിയാണ്. നോക്കിക്കേ, ഇവന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ. ദാവീദ് സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നൊരു പദമുണ്ട്. 31-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പ്രത്യാശ അകത്തുണ്ടെങ്കിൽ, വിശ്വാസം അകത്തുണ്ടെങ്കിൽ നിങ്ങൾ പറ, എന്റെ സമയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രോഗമായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ഞെരുക്കമായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ചൂടേറിയ അനുഭവമായിരിക്കാം. പക്ഷെ വിശ്വാസത്തോടെ നീ പറ, നിന്റെ സമയം ദൈവത്തിന്റെ കയ്യിലാ. ഹല്ലേലൂയ. എന്റെ ജീവിതം, എന്റെ സമയം അതെന്റെ ദൈവത്തിന്റെ കയ്യിലാ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു കളയുന്ന, അല്ലെ നിസ്സാരമാക്കി കളയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? വിശ്വാസം. നമ്മൾ പെന്തക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ പോലും, സോ കോൾഡ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഫെയ്ത്താ, വിശ്വാസമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ അന്നേരം നമ്മൾ ഈ വിശ്വാസത്തെ എടുത്ത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പകരമായി നമ്മൾ നെടുമ്പാട് വീണ് അങ്ങ് കരയുക, നമ്മൾ കിടന്ന് വിഷമിക്കുക, നമ്മൾ വളരെ നിരാശയിലേക്ക് കടന്നു പോകുക. പക്ഷെ നോക്കിക്കേ, ദൈവവചനം പറയുന്നത് നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടായിരിക്കണം. ചുമ്മാ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. പലപ്പോഴും പല ആളുകളും വീടിന്റെ ഡോറിന്റെ ഫ്രണ്ടിലും വാഹനത്തിന്റെ ഫ്രണ്ടിലും ഒക്കെ ഈ ഫെയ്ത്തുമായി ബന്ധപ്പെട്ട് വാക്യങ്ങൾ എഴുതി വെക്കും. ചോദ്യം, ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്ര പേര് ഈ വിശ്വാസത്തെ ആപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ദാവീദിനെ പറ്റി നമ്മൾ നോക്കുമ്പോ കേവലം ആടിനെ മാത്രം പരിപാലിച്ച് കഴിവുള്ളവൻ, വേറെ ഒരു കഴിവുമില്ലാത്തവൻ. നിങ്ങൾക്കറിയാമോ, അഭിഷേകം ചെയ്യുവാൻ അവന്റെ ഭവനത്തിൽ പ്രവാചകൻ വന്നു നിൽക്കുമ്പോൾ സ്വന്തം അപ്പനും അമ്മയും പോലും മാറ്റി നിർത്തി. എന്താ കാരണം എന്നറിയാമോ? അവര് ചിന്തിച്ചു ഇവനല്ല നറുക്ക് വീഴുന്നതെന്ന്. അവര് ചിന്തിച്ചത് അവരുടെ മക്കളിൽ തണ്ടും തടിയും സൗന്ദര്യവും കഴിവുമൊക്കെ ഉള്ള ഒരുത്തനായിരിക്കും ഈ നറുക്ക് വീഴുന്നതെന്നാ ചിന്തിച്ചേ. പക്ഷേ ഞാനൊരു കാര്യം ആത്മാവിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളോട് വിളിച്ചു പറയാം. ഏതെല്ലാം ശക്തി നിന്റെ അഭിഷേകത്തെ മാറ്റി നിർത്താൻ നോക്കിയാലും, ഏതെല്ലാം ശക്തി നിന്റെ നന്മയെ മാറ്റി നിർത്താൻ നോക്കിയാലും, ഇന്ന് നീ ആത്മാവിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ എന്നെ കൈവിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഗോലിയാത്ത് വന്ന് നിന്ന് വെല്ലുവിളിക്കുമ്പോ ശൗൽ ഉൾപ്പെടെയുള്ള പടയാളികളും വലിയ വലിയ ആളുകളും ഒക്കെ വന്ന് പേടിച്ച് മാറി നിൽക്കുമ്പോ ദാവീദ് എന്ന് പറയുന്ന ബാലകൻ മുമ്പോട്ട് ഇറങ്ങുക. ഇവൻ എന്തോ കഴിവുണ്ട്, പക്ഷെ ഒന്നുണ്ട്, ഇവൻ ഡെസേർട്ടിലായിരുന്നപ്പോൾ, കാട്ടിലായിരുന്നപ്പോൾ ദൈവം അവനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവന്റെ ഒറ്റപ്പെട്ട സമയങ്ങൾ, അവൻ ഏകാന്തതയിൽ നിന്ന സമയങ്ങളുണ്ടല്ലോ, അവനെ ഇങ്ങനെ വിശ്വാസത്തിൽ ദൈവം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നീ ഒറ്റപ്പെട്ടും നിരാശയോടും ഒരുപക്ഷെ രോഗത്തോടുമൊക്കെ ഇങ്ങനെ മല്ലടിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്നെ ദൈവം പ്രിപ്പയർ ചെയ്യുക. സംതിങ് ബിഗർ ഫോർ യു. നിനക്ക് വേണ്ടി എന്തോ വലിയത് ദൈവം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ബാലകം വന്ന് ഈ ദാവീദ് വന്ന് കല്ല് ആണോ ശരിക്കും പറഞ്ഞ ഇവന്റെ കവണയ്ക്കോ കല്ലിനോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയില്ല. പക്ഷെ ഞാൻ പറയും, അവൻ എടുത്തെറിഞ്ഞത് കവണയ്ക്കകത്തെ ആ കല്ലല്ല, അവന്റെ അകത്തെ വിശ്വാസമാണ്.
അവന്റെ അകത്തെ വിശ്വാസത്തെ, അവന് നേരെ നിന്ന ആമേൻ ഗോലിയാത്തിന് സമമായ പ്രതിസന്ധികളെ നോക്കിയിട്ട് ഇന്ന് രാത്രി ദൈവ മക്കൾ ഒരു കാര്യം ആമേൻ തിരിച്ചറിയുക. ആമേൻ പ്രതിസന്ധികൾ വന്നു നിൽക്കുമ്പോ, ആമേൻ പ്രതികൂലങ്ങൾ വന്നു നിൽക്കുമ്പോ പതറി പോകാതെ നിന്റെ അകത്തെ വിശ്വാസത്തെ നീ അങ്ങോട്ട് ആപ്ലിക്കേറ്റ് ചെയ്. ഒരു ശത്രു നിന്നെ തൊടുകയില്ല, ഒരു ശത്രു നിന്റെ കുടുംബത്തെ തൊടുകയില്ല. വിശ്വാസം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് കർത്താവിന്റെ ദാസൻ ആരാധനയെങ്കിൽ പറഞ്ഞു യെരിഹോ മതിൽ. നമ്മൾ പാടിയ പാട്ടും അത് തന്നെയായിരുന്നു അല്ലേ? യെരിഹോ മതില് ശരിക്കും പറഞ്ഞാൽ ആ മതിലിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പണിതേക്കുന്ന മതിലാ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് പണിതേക്കുന്ന മതിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം വന്നിട്ട് ആമേൻ ദൈവദാസനോട് പറയുകയാണ്, ഈ മതിലിന് ചുറ്റും നിങ്ങൾ 7 തവണ ചുറ്റി നടന്നേച്ച് അങ്ങ് കാഹളമൂതിയാ മതി. ഈ മതിൽ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പക്ഷേ അവിടെ കൂടിയിട്ട് അവർ പറഞ്ഞു കാണും, എന്തൊരു അബദ്ധമായി പറയുന്നേ, എന്തൊരു അബദ്ധമാ പറയുന്നത്. ഒരു മെഷീനറീസ് കൊണ്ട് പോലും തകർക്കാൻ പറ്റാത്ത ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിലിനെ കേവലം നടക്കുമ്പോൾ തകരുമെന്നോ? പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയുക, ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവമക്കളെ, ഈ കുടുംബങ്ങളോട്, ഇതിന്റെ അകത്തിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവം ഈ രാത്രിയിൽ ഇടപെടുകയാണ്. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒന്ന് നടന്നാൽ തകരാനുള്ളത് തകർന്നോളും. ഹല്ലേലൂയ, ആമേൻ. യെരിഹോ മതില് തകർന്നു എന്നാ പറയുന്നത്. എപ്പോഴാണെന്നറിയാമോ? വിശ്വാസത്തോടെ അവർ ചുറ്റി നടന്നപ്പോഴാണ്. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ, ആമേൻ, അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ, ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ഒരാൾക്ക് വേഗത്തിലൊന്ന് ശബ്ദമുയർത്തി വായിക്കാം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആമേൻ. നോക്കിക്കേ, ഈ 5-ാം അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് 2 പ്രധാനപ്പെട്ട ഡെലിവറൻസ് കഴിഞ്ഞ് വരുക. 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഗദരദേശത്ത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ. എന്താ ഈ മനുഷ്യന്റെ പ്രത്യേകത? 6000 എണ്ണം എടുത്തിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 6000 എണ്ണം എന്ത് ചെയ്യുക? ഉരുട്ടിക്കൊണ്ടിരിക്കുക ഈ മനുഷ്യൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും യേശു കർത്താവിനെ ഈ മനുഷ്യൻ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഓടി വന്ന് എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? നമസ്കരിച്ചു എന്നാ പറഞ്ഞേ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വർഷിപ്ഡ് എന്നാ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നമ്മൾ എത്രത്തോളം ദൈവത്തെ ആരാധന കൊടുക്കുന്നുണ്ട്? ഒരുപക്ഷെ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ അകത്ത് പലവിധമായ ചിന്തകളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പലവിധമായ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നോക്കിക്കേ, ഈ 6000 എണ്ണം ഇട്ട് ഉരുട്ടിയോനും യേശു കർത്താവിനെ കണ്ടപ്പോഴത്തേക്കും ഓടി വന്ന് ദൈവത്തെ ആരാധിക്കുക. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, നമ്മൾ എത്രത്തോളം ദൈവത്തെ ആരാധിച്ചാ പറ്റും? നമ്മുടെ ദൈവം ആരാധന കൊതിയനല്ല, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയണം കേട്ടോ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി എവിടാ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? ആർപ്പിടുമ്പോഴാ. ഹല്ലേലൂയ. ചുമ്മാ മൗനമായിരുന്നത് കൊണ്ടൊന്നും ഒരു പ്രവൃത്തിയും വെളിപ്പെടുകയില്ല. പക്ഷേ നീ ആർപ്പിടുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ അറിയാത്ത മേഖലകളിൽ ശത്രു നിനക്കെതിരെ കെട്ടിയ കെട്ടുകൾ അത് തകർന്നു വീഴും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. രണ്ടാമത് ആമേൻ, ആ മനുഷ്യന് ദൈവം വിടുതൽ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ട് മുൻപോട്ട് വരുമ്പോൾ 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ യേശു കർത്താവ് വിടുവിക്കുക. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് പള്ളിപ്രമാണിയോടുകൂടുള്ള ആമേൻ ആ നടത്തത്തിൽ ഒരു വലിയ വിഷയമുണ്ടാകുക. എന്താണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവര് ഈ പള്ളിപ്രമാണി യേശു കർത്താവും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുക. ഒരുമിച്ച് നടന്ന് ഈ പള്ളിപ്രമാണി യേശു കർത്താവ് ചെയ്ത വിടുതലുകളൊക്കെ സ്വന്തം കണ്ണുകൊണ്ടൊക്കെ കണ്ടിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുക. ഒരുപക്ഷെ ഈ പള്ളിപ്രമാണി ചിന്തിച്ചു കാണും, ഞാൻ യേശുവിനോട് കൂടെ നടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ അസമയത്ത് അവന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നേ.
അയ്യോ, അവൻ യേശുവിനോട് കൂടെ നടന്നവനാ. പക്ഷേ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വരികയാണ്. 35-ാം വാക്യം പറയുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? നോക്കിക്കേ, കർത്താവിന് വേണ്ടി നീ കൂടെ നിൽക്കുമ്പോ, കർത്താവിന്റെ ആ വേലയ്ക്ക് വേണ്ടി നീ ചുമൽ കൊടുത്ത് ഇങ്ങനെ നല്ല ത്രില്ലടിച്ചൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു രോഗം വരുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നത്, ചിലപ്പോൾ ഒരുപക്ഷെ ജോലി മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രയാസം വരുന്നത്. പക്ഷെ ഓർക്കുക, നിന്നെ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ, നിന്നെ കർത്താവ് കൈവിടത്തില്ല. നോക്കിക്കുക, അതിന് തെളിവ് ഞാൻ പറയാം. 35-ാം വാക്യത്തിൽ ഈ മനുഷ്യനോട് വന്ന് ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും പള്ളിപ്രമാണിയോട് വന്നിട്ട് വിവരം അറിയിക്കുക. എന്തോ പറഞ്ഞേ? ആമേൻ, നിന്റെ മകൾ മരിച്ചുപോയി. പക്ഷേ ഈ പള്ളിപ്രമാണി അല്ലേ റിപ്ലൈ പറയേണ്ടത്? അല്ലേ? ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അടുത്ത പദം അടുത്ത് നിൽക്കുന്ന ആളാണോ സംസാരിക്കുന്നത്? പക്ഷെ നോക്കിക്കേ, 36-ാമത്തെ വാക്യത്തിൽ ആരാ റിപ്ലൈ പറഞ്ഞെന്നറിയാമോ? ആരാ റെസ്പോണ്ട് ചെയ്തെന്നറിയാമോ? യേശു കർത്താവ് റെസ്പോണ്ട് ചെയ്യുക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഒരുപക്ഷെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആമേൻ, ലോകം നിന്നോട് പറയും, നീ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി ഓടിയില്ലേ, നിന്റെ കാര്യത്തിന് മാത്രം ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ. പക്ഷേ എല്ലാവരും നിന്നെ ദുഷിക്കുമ്പോഴും എല്ലാവരും നിന്നെ പഴിക്കുമ്പോഴും ഒരു കാര്യം നീ മറന്നു പോകരുത്. നീ കർത്താവിനോട് ഒരുപക്ഷെ പറഞ്ഞു കാണത്തില്ലായിരിക്കും, പക്ഷെ കർത്താവിനറിയാം നിന്റെ അവസ്ഥ. ആമേൻ, കർത്താവിനറിയാം നിന്റെ സാഹചര്യം എന്തുവാന്നുള്ളത്, കർത്താവിനറിയാം നീ കടന്നു പോകുന്ന പ്രതിസന്ധി എന്തുവാന്നുള്ളത്. ഉടനെ കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകത്ത് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ അവിടെ ചുമ്മാ എന്തേലുമൊക്കെ വിശ്വാസം എന്ന് പറയുമ്പോൾ അന്നേരത്തെ ഒരു ത്രില്ലിൽ ഒരു ആമേനോ ഒരു ഹല്ലേലൂയോ കൈപൊക്കി അല്ലെ കൈയടിച്ചു എന്ന് പറഞ്ഞതിനപ്പുറമായി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആ വിശ്വാസത്തെ ഒന്ന് ആപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഉടനെ ഈ യായിറോസ് അല്ലെങ്കിൽ ഈ പള്ളിപ്രമാണി, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, വേണമെങ്കിൽ പള്ളിപ്രമാണിയുടെ സ്ഥാനത്ത് ഞാനാ നിൽക്കുന്നതെങ്കിൽ അല്ലെ നമ്മളിൽ ഒരാളാ നിൽക്കുന്നതെങ്കിൽ വേഗത്തിൽ നമ്മൾ എന്തോ ചെയ്യും? വീട്ടിലേക്ക് ഓടും. കാരണം എന്താ? കാരണം പള്ളിപ്രമാണി കണ്ടു, ഭൂതഗ്രസ്തനെ യേശു കർത്താവ് വിടുവിച്ചു, രക്തസ്രാവമുള്ള സ്ത്രീയെ യേശു കർത്താവ് വിടുവിച്ചു. അപ്പം ഇവിടെ വന്നപ്പോൾ ഇത് വിടുതൽ കൊണ്ട് പരിപാടി നടക്കത്തില്ല. കാരണം എന്തുകൊണ്ടാ? മരിച്ചുപോയ കുട്ടിയാ, ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയമാ. നാട് മൊത്തം ലോകം മൊത്തം നിന്നെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരിക്കും. പക്ഷെ നോക്കിയേ, ഈ പള്ളിപ്രമാണിയുടെ അകത്തെ വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? 36-ാം വാക്യം മുതൽ 40-41 വാക്യം വരെയും യേശു കർത്താവിനോട് കൂടെ ഈ പള്ളിപ്രമാണി നടക്കുക. ആമേൻ, അതിനാണ് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. കാരണം ആമേൻ, ഒരുപക്ഷെ പള്ളിപ്രമാണിയോട് ഈ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും മാനുഷികമായി ഈ പള്ളിപ്രമാണിക്ക് ചിന്തിക്കാം, കർത്താവേ ആമേൻ, മരിച്ചു പോയതിനെ ഇനി എന്തോ ചെയ്യാനാ, ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയത്തിന് ഇനി എന്തോ ചെയ്യാനാ. പക്ഷെ ഒരു കാര്യം, അവൻ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് കൂടെ പിന്നെ നടക്കുക. അവന്റെ അകത്ത് പിന്നെയും ഒരു ഫെയ്ത്ത് ഇരിക്കുക. അവൻ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുക. അവൻ പിന്നെ നടന്ന് യേശു കർത്താവ് ഈ മരണ വീട്ടിന്റെ അകത്ത് കയറി. അവൻ 40-41 വാക്യത്തിലേക്ക് വരുമ്പോൾ തലീത്ത കുമി എന്ന് പറഞ്ഞ് ഈ ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച്, ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ച് പറയാം. ഒരുപക്ഷെ ലോകം മൊത്തം നിങ്ങളെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞ നീയൊന്നും ഇനി എന്ത് ചെയ്യണ്ട, കേറി വരത്തില്ല. പക്ഷെ ദൈവം പറയുക, നിനക്ക് വേണ്ടി ഞാൻ വേറൊരു പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. നീ ചിന്തിക്കുന്ന നിലയിൽ ഒരുപക്ഷെ വിടുതൽ നീ കണ്ണാൽ പെട്ടെന്ന് അങ്ങ് കണ്ടില്ലേ, നീ വിചാരിക്കും അയ്യോ എന്നെ കർത്താവ് പോലും കൈവിട്ടു എന്ന്. പക്ഷേ ആമേൻ, മനസ്സിലാക്കുക, ഈ രാത്രിയിൽ തിരിച്ചറിയുക, വിശ്വാസമുള്ള ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു സത്യം, നിന്നെ ദൈവം കൈവിടത്തില്ല. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്താൽ, നീ ദൈവവചനത്തിന് വേണ്ടി വില കൊടുത്താൽ, ആമേൻ, നിന്നെ ദൈവം കൈവിടുകയില്ല. ഈ രാത്രി തിരിച്ചറിയുക, നമ്മുടെ അകത്ത് ഒരു വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ അകത്ത് അങ്ങനെ ഒരു ഫെയ്ത്ത് വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ തലമുറകളുണ്ടല്ലോ, അവരിയ്ക്കുമ്പോൾ
അവർ പറയണം എൻ്റെ പപ്പായുടെയും എൻ്റെ മമ്മിയുടെയും വിശ്വാസമാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ മാതാപിതാക്കൾ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷാറ്റേർഡ് ആയി പോകും, നമ്മൾ പെട്ടെന്ന് അങ്ങ് നിരാശപ്പെട്ടു പോകും. പക്ഷെ നീ ധൈര്യത്തോട് പറ, നമ്മൾ എപ്പോഴും കാണുമെന്തോ അറിയോ, വലിയ പ്രശ്നത്തെ വലുതാക്കിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ആമേൻ ദൈവശബ്ദം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ പ്രശ്നത്തെ വലുതാക്കി കാണാതെ ആമേൻ ഈ പ്രശ്നത്തെക്കാളും വലിയവനായ ഒരു ദൈവത്തെ നീ കാണ്. ഹല്ലേലൂയ. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മുടെ കുടുംബ ജീവിതത്തിൽ നടക്കും. അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ, ചിന്തിക്കാത്ത നാഴികയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിന്റെ ദാസനും അത് തന്നെയല്ലേ പറഞ്ഞേ. നമ്മൾ വിചാരിക്കും ഇത്രയും നാളായി ഇനി എങ്ങനെയെങ്കിലുമൊക്കെ. നോ, കർത്താവിന് നമ്മളെപ്പറ്റി വലിയ പദ്ധതി ഉണ്ടെന്നേ. കർത്താവിന് നമ്മളെപ്പറ്റി വലിയ പ്ലാനുകളുണ്ടെന്നേ. പക്ഷെ ഒറ്റ കാര്യം, ആ പ്ലാനിന്റെ അനുസരിച്ചൊന്ന് നിന്നു കൊടുക്കാൻ തയ്യാറാവണം. നമുക്ക് ഇവിടെ നിന്നും ദുബൈയിലേക്ക് പോകാൻ ഒരു ബസ് ഉണ്ടെങ്കിൽ ദുബൈക്ക് പോകാന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ബസ്സിന്റെ അകത്തേക്ക് കയറിയെങ്കിലേ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ ഉഴന്ന് നടക്കുമ്പോൾ ഓർക്കുക, ദൈവികമായ പദ്ധതിക്കകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. 40 വർഷം, 40 ദിവസത്തെ നോഹയുടെ പെട്ടകത്തെ പറ്റി നമുക്കറിയാം. പക്ഷെ 41-ാമത്തെ ദിവസം വിടുതലിന്റെ ദിവസമായിരുന്നു. 40 വർഷത്തെ മുടന്തനെ നമുക്കറിയാം. പക്ഷെ 41-ാമത്തെ വർഷം അവന്റെ വിടുതലിന്റെ വർഷമായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തൊക്കെ നടക്കും. എപ്പോഴാണെന്നറിയാമോ? ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല കേട്ടോ. ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ്. ഒറ്റ കാര്യം, യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കണം. യഥാർത്ഥമായി ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നൊരു പദം. ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ അവിടെ ആ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ കർത്താവ് എന്ത് ചെയ്യും? ചില പ്രതിസന്ധികളുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല, ദൈവത്തിനൊരു പദ്ധതിക്കകത്ത് അത് നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്ലാനിന്റെ അകത്ത് അത് നടക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് ആ വിശ്വാസം ഉണ്ടായിരിക്കണം. നാം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറമായി നമ്മുടെ അകത്ത് ദൈനംദിന ജീവിതത്തിൽ ആ ഫെയ്ത്ത് അങ്ങോട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. ഈ മുടന്തനായ മനുഷ്യനെ നോക്കിയേ, 40 വർഷങ്ങൾ ഒരേ സ്ഥലത്തിരുന്ന് ഭിക്ഷയാചിച്ചവനാ. പക്ഷെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ആര് കണ്ടു? ആര് കണ്ടു? നോക്കിയേ, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്? നോക്കിയേ, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ആര് കണ്ടു എന്നാ പറഞ്ഞേ? ജനം കണ്ടു. ഏത് ജനം? ഈ കഴിഞ്ഞ 40 വർഷം ഈ മനുഷ്യനെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കളിയാക്കി ഈ മനുഷ്യനെ മുൻപോട്ട് നീങ്ങാൻ ഒരു അവസ്ഥയും സാഹചര്യവും ഒരുക്കാത്ത ഈ ജനത്തിന്റെ നടുവിൽ തന്നെ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എവിടെ വെച്ച് നീ ഒറ്റപ്പെട്ടോ, എവിടെ വെച്ച് നീ ഇല്ലായ്മ ചെയ്തു പെട്ടോ, അവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ ഉയർത്തും കേട്ടോ. എവിടെ വെച്ച് നീ പരാജയപ്പെട്ടോ, എവിടെ വെച്ച് നിനക്ക് ഒരു രോഗം വന്നോ, അവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ ഡെലിവർ ചെയ്യും. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആത്മാർത്ഥമായി ദൈവത്തെ പിൻപറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് വിശ്വാസമാണ്. വേറെ ഒന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. പലപ്പോഴും പത്രോസിനെ പറ്റിയൊക്കെ നമ്മൾ ഈ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനൊരു ഓർഡിനറി മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് കഴിവില്ലേലും അദ്ദേഹത്തിന്റെ ഏക കഴിവ് നന്നായി മീൻ പിടിക്കാൻ കഴിവുള്ള മനുഷ്യൻ. നല്ല കഴിവാ മീൻ പിടിക്കുന്നതിൽ. പക്ഷെ ഒരു രാത്രി അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും അവൻ്റെ കഴിവും ഒക്കെ അസ്ഥാനത്തിൽ ചെന്ന് പതിച്ച ഒരു രാത്രി അവൻ്റെ ജീവിതത്തിലുണ്ടായി. അവൻ്റെ കഴിവിലൊക്കെ അവൻ അങ്ങ് തോറ്റുപോയി.
എന്നിട്ട് രാത്രി വന്ന് വല കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, പത്രോസേ നീ ബാ, വീണ്ടും നമുക്ക് കടലിലേക്ക് ആഴങ്ങളിലേക്ക് പോകാം. വേണമെങ്കിൽ പത്രോസിന് പറയും, കർത്താവേ ഞാൻ ഇവിടെ ജനിച്ച മനുഷ്യനാ, വർഷങ്ങളായി ഞാൻ ഇതിലേക്കൂടെ ഈ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന മനുഷ്യനാ, എനിക്കറിയാം എവിടെ വലയിട്ടാൽ എത്ര മീൻ കിട്ടും, എനിക്കറിയാം എവിടെ എന്ത് ചെയ്യണമെന്നുള്ള എനിക്കറിയാം. പക്ഷേ പത്രോസ് ഒരു വാക്ക് പോലും പറയാതെ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ പടകുമായി ഇറങ്ങുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവം നമ്മുടെ എബിലിറ്റി അല്ല നോക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ എബിലിറ്റി അല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്. നമ്മുടെ മേന്മയോ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കഴിവുകളെ നോക്കി അല്ല ദൈവം വിലയിരുത്തുന്നത്. നമ്മുടെ അകത്തുള്ള ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവം നോക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാനൊരു കാര്യം പറയാം. ഒന്നും മിണ്ടാതെ പത്രോസ് ആ പടകുമായി കടലിലേക്ക് പോയി തിരികെ വരുന്നത് ശൂന്യതയോടെ അല്ല, അല്ലേ? തിരികെ വരുന്നത് വല കീറുന്ന, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹവുമായിട്ട് അവൻ തിരിച്ചു വരുന്നത്. എപ്പോഴാണെന്നറിയാമോ? വിശ്വാസത്തോടെ ഒരു കാഴ്ചപ്പാട് വെച്ചപ്പോഴാണ്. വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, വിശ്വാസത്തോടെ നീ നിന്റെ കുടുംബജീവിതത്തിൻ്റെ അകത്ത്, വിശ്വാസത്തോടെ നിന്റെ തലമുറകളുടെ ജീവിതത്തിൻ്റെ അകത്ത് നീ ചില സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ പോകുക. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമെല്ലാം കണ്ടു. ഏത് ജനമാണെന്നറിയാമോ? അവനെ നിന്ദിച്ച ജനം, അവനെ ഒറ്റപ്പെടുത്തിയ ജനം, ആ ജനത്തിന് മുമ്പിൽ വെച്ച് തന്നെ ദൈവം മാനിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് പറയുന്നു, നമ്മളെ കൈവിടാത്തൊരു ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത് കേട്ടോ. നമ്മളെ കൈവിട്ടേച്ച് പോകുന്നൊരു ദൈവമല്ല, പാതി വഴി ദൈവം നമ്മളെ കൈവിട്ടേച്ച് പോകുന്നൊരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സ്തുതിക്കുന്നത്. പിന്നെ ആരെയാ? നമ്മളെ അന്ത്യത്തോളം, അതല്ലേ പറയുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേർ ചൊല്ലി അത്ര കണ്ട് നമ്മളെ കെയർ ചെയ്യുന്ന വേറെ എന്തോ ഉള്ളേ? വേറെ എന്താ ഉള്ളേ? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ നോക്കിയിട്ട് പറ, ഐ ഹാവ് എ ബിഗ് ഗോഡ്. എനിക്കൊരു വലിയ ദൈവമുണ്ട്. എൻ്റെ പ്രശ്നം വലുതാണെന്ന് പറഞ്ഞ് ശത്രുവിനെ വലുതാക്കാൻ നോക്കാതെ ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്തുതിക്കുന്ന എൻ്റെ ദൈവം അവൻ വലിയവനാ എന്ന് പറ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നാം ഈ കേട്ട വചനപ്രകാരം ഒരുപക്ഷെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന പല കുടുംബങ്ങളോടായിരിക്കും ഈ വാക്കുകൾ പറഞ്ഞത്. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. ചില വിഷയത്തിന് മുമ്പിൽ ഞെരുങ്ങി, ചില വിഷയത്തിന് മുമ്പിൽ പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ നീ ഓർക്കുക, വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 40 വർഷങ്ങൾക്കധികമായി മുടന്തനായി നടന്നൊരു മനുഷ്യൻ, പക്ഷേ ദൈവിക പദ്ധതിക്കകത്ത് ദൈവം അവന് വേണ്ടി ഒരു വലിയ വിടുതൽ ഒരുക്കിയപ്പോൾ അവൻ ജനമെല്ലാം കാണുകെ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും കണ്ടുവെങ്കിൽ ഈ രാത്രിയിൽ ഈ ജനത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമേ, ഈ ജനത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, സഭയെ ഏൽപ്പിക്കുന്നു, ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ വിൽസൺ ജോസഫ് പാസ്റ്ററെ അങ്ങയുടെ കരങ്ങളിലേക്ക് കുടുംബമായി ഏൽപ്പിക്കുന്നു. പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കോൺഗ്രിഗേഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് മാത്രം, യേശു കർത്താവിൻ ധന്യ തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രത്യേകിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഭയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.